ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെ പറ്റിയാണ്. ആസിഡ്സോ വേറെ കെമിക്കൽസോ ഒന്നും ചേർക്കാതെ 60% ഗാർലിക്, 40% ജിഞ്ചർ. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബോട്ടിൽസിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ആസിഡ്സ് ഡെഫിനറ്റ്ലി ചേർത്തിട്ടുണ്ടാവും. വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ അല്ലികൾ ചൂടുവെള്ളത്തിലേക്കോ ചെറിയൊരു ചൂടുവെള്ളത്തിലേക്കോ നമുക്കിടാം. 2 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചാൽ മതി. ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട് നമുക്കിതുപോലെ സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ട് ഒന്ന് ചിരണ്ടി എടുത്താൽ മതി. അപ്പോൾ ആ തൊലി മാത്രം നമുക്ക് വിട്ട് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കഷ്ണങ്ങൾ തിന്നാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് കറിയിൽ ഉണ്ടാക്കി നമുക്ക് ഇടാവുന്നതാണ്. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കൈ കൊണ്ടോ കത്തി കൊണ്ടോ പൊളിച്ചെടുക്കാനായിട്ട്, അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ്. ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹാർട്ടിൻ്റെ ഹെൽത്തിന് അത് വളരെ നല്ലതാണ്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ആൻഡ് സ്മെല്ല് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക്കിൻ്റെ തൊലി നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ചില കൺട്രീസിൽ അത് കറികളിലൊക്കെ ഇടാറുണ്ട്. പിന്നെ ജിഞ്ചറിൻ്റെ സ്കിന്ന് നമ്മളൊന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ ജിഞ്ചർ ടീയിലേക്ക് നമുക്കതിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെള്ളത്തിൽ നമ്മൾ കഴുകിയതുകൊണ്ട് നല്ലൊരു ഡ്രൈ തുണി എടുക്കുക. ആ തുണി കൊണ്ട് ഒന്ന് ടാപ്പ് ഡ്രൈ ചെയ്താൽ മതി. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊക്കിക്കളയുക. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് കട്ട് ചെയ്യുക. നന്നായിട്ട് ഉണങ്ങിയ ജാറിലേക്ക് കട്ട് ചെയ്ത പീസസ്, ജിഞ്ചർ ഗാർലിക് പീസസ് ഇടുക. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് പോലും ചേർക്കാണ്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ചയ്ക്ക് മുകളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾ, റിഫൈൻഡ് ഓയിൽ, 1/2 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾ പൗഡർ, 1 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ. നമ്മുടെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാണ് കേട്ടോ. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ജാറാണിത്. അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 മാസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. 1 മാസത്തിന് മുകളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഐസ് ക്യൂബ്സ് ആയിട്ട്, ഐസ് ട്രേയിൽ, നല്ല ക്ലോസ്ഡ് ആയിരിക്കുന്ന ഐസ് ട്രേയിൽ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെക്കാം. അത് 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഐസ് ട്രേ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം കവേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെ സ്മെല്ല് ഫ്രീസറിൽ ഉണ്ടാവും. സമയമില്ലാത്തവർക്ക് ഈ ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ചേർത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.